നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്ക്, അത് നമുക്ക് ഇടുന്ന പല വീഡിയോസും നമുക്ക് റെസ്പോൺസ് കിട്ടുന്ന വളരെ കുറവാണ്. വ്യൂസ് ആണെങ്കിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല ഒന്നും നമുക്കറിയില്ല. സോ നിങ്ങൾ കമൻറ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം അതിൻ്റെ അകത്ത്, എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് സെൽഫായിട്ട്. കാരണം അല്ലെങ്കിൽ വെറുതെ വേസ്റ്റ് ഓഫ് ടൈം എന്നുള്ള രീതിയിൽ നമ്മൾ വീഡിയോ ഇടുന്നതിന് കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സജഷൻ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഒരു പല രീതിയിലുള്ള വീഡിയോസ്, ഈവൻ ബേസിക്സ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ ഇന്നലെ ഒരു വീഡിയോ ഇട്ടത്. അപ്പം നിങ്ങളതൊന്നും പറയാതെ നമുക്കറിയില്ല ആക്ച്വലി. ഇനിയിപ്പം വേറെ എന്തെങ്കിലും അഡ്വാൻസ്ഡ് ആയിട്ട് ഇട്ടുകൊണ്ടാണോ ആൾക്കാർ കാണാത്തത്, അതുകൊണ്ട് ബേസിക് ഇട്ട് നോക്കി. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ സജഷൻസ് ഒന്ന് പറയാനായിട്ട് താഴ്മയോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഇലക്ട്രോണിക്സിൻ്റെ പല സർക്യൂട്ടുകൾ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളെ ഈ IC-കളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോസസ്സറുകൾ ഇതൊക്കെ വർക്ക് ചെയ്യേണ്ടപ്പോൾ നമുക്കറിയാം ലോജിക് വോൾട്ടേജിലാണ് വർക്ക് ചെയ്യണേ. ലോജിക് ലെവൽ എന്ന് പറഞ്ഞാൽ 5 വോൾട്ട് മാക്സിമം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തേന് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഈ വോൾട്ടേജ് ഡൗൺ ചെയ്യേണ്ട ഒരു സമയത്ത് നമ്മൾ എപ്പോഴും ആശ്രയിക്കുന്ന ഒരു കാര്യമാണ് റെഗുലേറ്റർ IC-കൾ. അപ്പോൾ ഈ റെഗുലേറ്റർ IC-കൾ യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എങ്കിലും അവിടെ ഒരുപാട് സർക്യൂട്ടുകളിൽ ലോക്കലായിട്ടുള്ള സർക്യൂട്ടുകളിൽ റെഗുലേറ്റർ IC നമ്മൾ കണ്ടിട്ടുമുണ്ട്. സോ എവിടെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യാൻ പാടില്ലാത്ത എന്നുള്ള ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു ഐറ്റം. അതായത് നമ്മളിപ്പോൾ ഒരു 24 വോൾട്ടിൻ്റെ 24 വോൾട്ട് DC ഒരു സപ്ലൈ ആണെന്ന് വിചാരിക്കുക. നമുക്കൊരു അതിൻ്റെ അകത്ത് IC വർക്ക് ചെയ്യണം, ഒരു മൈക്രോ കൺട്രോളറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു IC 5 വോൾട്ടിൽ വർക്ക് ചെയ്യണം. നേരെ 24-ൽ നിന്നും 7805-ൻ്റെ ഒരു റെഗുലേറ്റർ IC കൊടുത്താൽ നമുക്ക് ഒരിക്കലും അതിനെ 5 വോൾട്ടിലേക്ക് ഡൗൺ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഒരു റെഗുലേറ്റർ IC-യുടെ ഫംഗ്ഷനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേണ്ടുന്ന 5 വോൾട്ടാണ്. അപ്പോൾ അതിന് ബാക്കി വരുന്ന അത്രയും വോൾട്ടേജ്, ഇപ്പോൾ 24A-5 എന്ന് പറയുമ്പോൾ ബാക്കി വരുന്ന അത്രത്തോളം വോൾട്ടേജിനെ ഇത് ഹീറ്റാക്കി സംഭവം കൺവേർട്ട് ചെയ്ത് കളയും. അപ്പോൾ അത് ഒരുപാട് നന്നായിട്ട് ചൂടാവുന്നതാണ്. അപ്പോൾ ഒരിക്കലും ഈ 24-ൽ നിന്ന് ഡയറക്റ്റ് 5 വോൾട്ട് എടുക്കരുത്. 24-ൽ നിന്ന് ആദ്യം സ്റ്റെപ്പ് ഡൗൺ ചെയ്യുക. 12 വോൾട്ടോ 14 വോൾട്ടോ സംതിങ് ആയിട്ട്, അതിനുശേഷം 5 വോൾട്ട് ആക്കുക. എന്നിരുന്നാലും അത് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല. ഒരിക്കലും ഈ 24-ൽ നിന്ന് 5 വോൾട്ട് അങ്ങനെ ഒരിക്കലും എടുത്ത് ചെയ്യുന്നത് ഒരിക്കലും ഒരു നല്ലൊരു കാര്യമല്ല. സോ ബെറ്റർ വേ അതിനൊരു 12 വോൾട്ടോ അല്ലെങ്കിൽ അതിന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് അതിനുള്ള സർക്യൂട്ട് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുകയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഫെയിൽ ആവുന്ന ഒരു സമയം ഉണ്ടാവും. അത് ഓവർ ഹീറ്റായിട്ട് ഫെയിൽ ആവുന്ന സമയത്ത് കൂടുതലായിട്ട്, അതായത് നിങ്ങൾക്ക് ഒരു റെഗുലേറ്റർ IC നിങ്ങൾ ഒന്ന് ക്ലോസ് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ടെമ്പറേച്ചർ ഹൈ ആവുന്നതോറും അതിൻ്റെ വോൾട്ടേജിൽ വേരിയേഷൻ വന്നു തുടങ്ങും. ഇപ്പോൾ കറക്റ്റ് ഒരു 5 വോൾട്ടിൻ്റെ ആണെങ്കിൽ തന്നെയും അത് വേരിയേഷൻ കാണിച്ചു തുടങ്ങും. സോ അതാണ് അവിടെയുള്ളൊരു പ്രശ്നം. അപ്പം നമുക്ക് ഈ ലോജിക് ലെവലിൽ വർക്ക് ചെയ്യുന്ന അങ്ങനത്തെ സെൻസിറ്റീവ് ആയിട്ടുള്ള IC-കളും കാര്യങ്ങളൊക്കെ ഡാമേജ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിനായിട്ട് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ അഴിച്ചു നോക്കുകയാണെങ്കിൽ അവർ റെഗുലേറ്റർ IC-ക്ക് പകരം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DC to DC കൺവേർട്ടറുകളോ അല്ലെങ്കിൽ DC to DC ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുന്നത് ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ഒരു സർക്യൂട്ടോ ചെയ്തിട്ടാണ് വോൾട്ടേജ് നമ്മൾ കുറച്ച് ഡൗൺ ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹീറ്റ് ആവുന്നതും കേടാവുന്നതും ഒക്കെ ഒരുപാട് കുറയും. അപ്പം നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സർക്യൂട്ട് ചെയ്യുമ്പോൾ വളരെ ചീപ്പായിട്ടും ഇതായിട്ട് കിട്ടുന്ന ഒരു സൊല്യൂഷൻ റെഗുലേറ്റർ IC ആയതുകൊണ്ട് എല്ലാവരും റെഗുലേറ്റർ IC ഇട്ടിട്ടാണ് ഡൗൺ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ യൂസ് ചെയ്യുക വഴി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ പെർഫോമൻസ് തന്നെ ഡിഗ്രേഡ് ആവാനും അല്ലെങ്കിൽ അത് പിന്നീട് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ അതിനായിട്ടുള്ള ഇപ്പം ഒരുപാട് ഈ ബക്ക് കൺവേർട്ടറൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ അതൊക്കെ വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ് ഇങ്ങനെയുള്ള ഒരു സ്റ്റെപ്പ് ഡൗൺ കൺവേർഷന് വേണ്ടിയിട്ട്. സോ റെഗുലേറ്റർ IC-ക്ക് പകരം അങ്ങനെയുള്ള കാര്യം യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും എഫിഷ്യൻസി, കാരണം റെഗുലേറ്റർ IC-ക്ക് എഫിഷ്യൻസിയും ഈ പറഞ്ഞ പോലെ, കാരണം അത് താപമായിട്ട് അല്ലെങ്കിൽ ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ എഫിഷ്യൻസിയും വളരെയധികം കുറവാണ്. സോ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒന്നെങ്കിൽ ട്രാൻസിസ്റ്റർ പോലെയുള്ള സർക്യൂട്ട് അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ വെച്ചുള്ള സർക്യൂട്ട് ചെയ്തെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഡൗൺ ആയിട്ടുള്ള കൺവേർട്ടേഴ്സ് IC-കളും കാര്യങ്ങളും കിട്ടും, അത് യൂസ് ചെയ്യുക. താങ്ക് യു.